പുതുപ്പള്ളി എന്ന് നമ്മൾ പറയുമ്പോഴേ മുഴുവൻ മലയാളികളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുഖമാണ്. കാരണം അദ്ദേഹം അതുപോലെ പുതുപ്പള്ളിയിൽ 12 തവണ അരനൂറ്റാണ്ടിലേറെ പുതുപ്പള്ളിക്കാരുടെ ജനപ്രതിനിധിയായിട്ട് നിറഞ്ഞു നിന്ന ഒരാളാണ്. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ മുക്കും മൂലയും അദ്ദേഹത്തിന് അറിയാൻ മേലാത്ത വീടും ഇല്ല, വ്യക്തികളുമില്ലായിരുന്നു. അതുപോലെ ഒരു 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 2-3 തലമുറ തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നവർ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയം നോക്കാറില്ലായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ബന്ധം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുമായി വെച്ച് പുലർത്തിയ ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് 1970-ലാണ്. CPM-ൻ്റെ അന്നത്തെ വലിയ പ്രഗത്ഭ നേതാവായിരുന്ന EM ജോർജിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ 77-ൽ PC ചെറിയാൻ എന്ന വളരെ പ്രഗത്ഭനായ ഒരാളെയും പരാജയപ്പെടുത്തി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ CPM അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ എല്ലാവിധ പരീക്ഷണങ്ങളും മാറിയുള്ള എല്ലാവിധ പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മന്ത്രിയായ VN വാസവൻ തന്നെ അദ്ദേഹത്തിനെതിരെ 2 തവണ മത്സരിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ പല പ്രാദേശിക നേതാക്കളും അവിടെ മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ 12 തവണ അങ്ങനെ ഇവരെയെല്ലാം പരാജയപ്പെടുത്തി ഒരിക്കലും പരാജയമറിയാതെ അദ്ദേഹം വിജയിച്ചു. ആ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലെ മത്സരം വിദ്യാർത്ഥി യുവജന നേതാവായിരുന്ന JC തോമസുമായിട്ടായിരുന്നു. അദ്ദേഹം 10,000-നടുത്ത് വലിയ വിവാദങ്ങൾ കത്തുനിന്ന അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരെയും വലിയ ഒട്ടേറെ വിവാദങ്ങൾ നിന്ന് 2021 തെരഞ്ഞെടുപ്പിൽ 10,000-നടുത്ത് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അതിനുശേഷം അദ്ദേഹം അസുഖബാധിതനായി മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും JC തോമസ് തന്നെ മത്സരരംഗത്ത് വരികയും അവിടെ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ മത്സരിച്ച് ഏതാണ്ട് 37,000-ൽ പരം വോട്ടിന് വലിയ വൻ ഭൂരിപക്ഷത്തിൻ്റെ വിജയിക്കുന്നതാണ് കേരളീയർ കണ്ടത്. അത് യാതൊരു സംശയവുമില്ല. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നതിനേക്കാൾ ഉമ്മൻചാണ്ടി മരിച്ച ശേഷം അദ്ദേഹം എത്രമാത്രം ശക്തനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എത്രയോ ജനങ്ങളുടെ മനസ്സിൽ ശക്തമായി ഇടം പിടിച്ചു എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഇപ്പോൾ പിന്നീട് ഇങ്ങോട്ട് MLA എന്ന നിലയിൽ ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനം പരീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇനി വരുന്ന ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. ഇത്തവണ ചാണ്ടി ഉമ്മനെതിരെ CPM മത്സരിപ്പിക്കുന്നത് കർഷക സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KM രാധാകൃഷ്ണനെയാണ്. അദ്ദേഹം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ പ്രാദേശികമായി നല്ല ബന്ധങ്ങളുള്ള ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായി എല്ലാ പരീക്ഷണവും പല നേതാക്കൾ അവിടെ പ്രാദേശിക റജി സക്കറിയ തൊട്ട് സുജാ സൂസൻ തുടങ്ങി അവിടെ പ്രാദേശികമായി നിർത്താവുന്നവരെയൊക്കെ അവർ മത്സരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ KM രാധാകൃഷ്ണനും ആ നിലയിൽ പ്രാദേശികമായി പാർട്ടിക്ക് നിർത്താവുന്ന ഒരു ബെറ്റർ കാൻഡിഡേറ്റാണ്. പിന്നെ BJPയുടെ കാൻഡിഡേറ്റായിട്ട് വന്നിരിക്കുന്നത് വിശ്വകർമ്മ സമുദായത്തിൻ്റെ ഒരു സമുദായ നേതാവ് കൂടിയായ രവീന്ദ്രൻ വാകത്താനമാണ്. അദ്ദേഹം ഈ OBC വിഭാഗം OBC സെല്ലിൻ്റെ BJPയുടെ OBC വിഭാഗം സെല്ലിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് കൂടിയാണ് രവീന്ദ്രൻ വാകത്താനം. ആ നിലയിൽ അവർക്ക് സജീവമായി അവർ മത്സര രംഗത്ത് ഉണ്ട്. ഇവിടെ
മത്സരരംഗം പലതുകൊണ്ടും വളരെ വ്യത്യസ്തവും രസകരവുമാണ്. കാരണം ഒരു പക്ഷേ അത് ഇപ്പോൾ പുതുപ്പള്ളി ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മത്സര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തന ശൈലി. ഉമ്മൻചാണ്ടി ഈ തുടർന്ന് അതേ രീതിയിൽ അതേ ശൈലി പിന്തുടരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഉമ്മൻ്റേതായ ഒരു രീതിയുണ്ട്. ചാണ്ടി ഉമ്മൻ പിന്നെ MLA എന്ന നിലയിൽ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വേണ്ടത്ര മരണവീടുകൾ കിട്ടുന്നില്ല, അല്ലെ കല്യാണം വീടുകൾ കിട്ടുന്നില്ല. അദ്ദേഹം എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കുകയാണെന്നൊക്കെ ചില കുശുകുശുപ്പുകൾ UDF ക്യാമ്പിനകത്ത് തന്നെ ഒക്കെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അതങ്ങോട്ട് മാറുന്നത് കണ്ടത് അദ്ദേഹം പിന്നീട് പിന്നെ ഒരുപാട് ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അദ്ദേഹം അവിടെ ഇവിടെയെല്ലാം ഓടി നടന്ന് കുറേ ഫണ്ട് ശേഖരിക്കുകയും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പേരിൽ വീടുകൾ വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അദ്ദേഹത്തിൻ്റെ സെക്കുലർ ലൈനിലുള്ള ചില പൊതുപ്രവർത്തന ശൈലിയാണ്. അദ്ദേഹം ഉത്സവം നടക്കുന്ന ഉത്സവ പറമ്പുകളിൽ, പെരുന്നാൾ നടക്കുന്നിടത്ത്, അങ്ങനെ എല്ലാ മത സാമുദായിക ഭേദമന്യേ എല്ലായിടത്തും ഓടിയെത്തുകയും പ്രത്യേകിച്ച് ഈ ജെൻസി തലമുറയെ ആകർഷിക്കുന്ന നിലയിൽ അവരുടെ വിചാരങ്ങളുമായി ചേർന്ന് നിന്ന് അവരുടെ ആഘോഷങ്ങളിലോ പിന്നെ പരിപാടികളിലോ ഒക്കെ ഒരു 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 നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ ജാടമൂടികളൊന്നുമില്ലാതെ അവരുമായിട്ട് സഹകരിക്കുന്ന ഒരു ശൈലി, അത് പിന്നെ അതിലൂടെയൊക്കെ അദ്ദേഹം ശ്രദ്ധേയനായിട്ടുണ്ട്. അതിനു പുറമെയാണ് ഇപ്പോൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഫ്ലെക്സും ബോർഡും പോസ്റ്ററും ഒന്നും ഞാൻ ഇറക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ, അത് കേരളത്തിലെ 140 മണ്ഡലത്തിൽ പുതുപ്പള്ളിയിൽ മാത്രമാണ് ഏക സ്ഥാനാർത്ഥി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പിന്നെ പോസ്റ്റർ ഇറക്കുന്നില്ല, ഫ്ലെക്സും ബോർഡും വെക്കുന്നില്ല. ആ പണം കൊണ്ട് തന്നെ ഈ വീട് വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ ആർക്കെങ്കിലും ആ പണം സമാഹരിച്ച് ആ പണം ചിലവ് ഒഴിവാക്കിയിട്ട് ആ പണം കൊണ്ട് വീട് വെച്ച് കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത കാലത്ത് അദ്ദേഹം പ്രമുഖ പത്രപ്രവർത്തകനുമായി ജോൺ മേരിയുമായിട്ട് നടത്തിയ ഒരു അഭിമുഖം അത് വലിയ വൈറലായി ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. കാരണം അദ്ദേഹത്തിൻ്റെ ചില ചടുലമായ മറുപടികളും കാര്യങ്ങളും കൊണ്ട് അത് വളരെ ശ്രദ്ധേയമായി മാറി. അങ്ങനെ അദ്ദേഹം മത്സര രംഗത്ത് വളരെ വ്യത്യസ്തമായ ഒരു ശൈലി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം 37,000 ഭൂരിപക്ഷം അത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നേടിയതാണ്. അപ്പോൾ ഇത് ഒരു പൊതു തെരഞ്ഞെടുപ്പാകുമ്പോൾ സാധാരണഗതിയിൽ അത്രയും വലിയൊരു ഭൂരിപക്ഷം നിലനിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും തൻ്റെ ഭൂരിപക്ഷം കുറയാതിരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. CPMൻ്റെ കാൻഡിഡേറ്റ് പിന്നെ KM രാധാകൃഷ്ണൻ നിർത്തിക്കൊണ്ട് അവരെ പരമാവധി വോട്ട് പിടിക്കാൻ, CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടനാ മിഷനറി പിന്നെ വളരെ സജീവമായി തന്നെ അവർ ഉയർത്തിപ്പടിയിരിക്കുന്നത് അവിടെ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ റോഡുകളും ആശുപത്രിയുടെ വികസനവും ഒക്കെ മാത്രമാണുള്ളത്. MLA ആയിട്ടൊരു വികസനവും കൊണ്ടുവന്നിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലം തൊട്ടേ കഴിഞ്ഞ 50-55 വർഷം കൊണ്ട് പുതുപ്പള്ളി വികസനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ പുതിയ ഒരു ഭരണ തുടർച്ച വരുമ്പോൾ പുതുപ്പള്ളിക്ക് വികസനം ഉണ്ടാകണം, അതിന് LDFന് വോട്ട് ചെയ്യണം എന്ന നിലയിൽ കൂടി അവർ പരമാവധി വോട്ട് വിജയിക്കാനുമുള്ള ശ്രമം CPM അവരുടെ സംഘടനാ ശക്തി ഉപയോഗിച്ച് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ BJP അവരെ പിന്നെ ഒരു OBC വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് പുതുപ്പള്ളിയിൽ അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. അവരും പരമാവധി ശക്തി അവിടെ പ്രകടിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.